Dear students, welcome to Easy Learn 365. Today we are going to discuss a chapter on business regulation. And in the last classes, we were discussing the different essential elements or parts of an Indian Contract Act. We have already discussed offer and acceptance, and what is consideration, and the capacity of parties, and free consent. We have detailedly discussed all these things in the last classes. Those who haven't watched those sessions can watch the sessions. I will put the link of the playlist in the description box. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്നുള്ളതാണ്. ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട എസെൻഷ്യലാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ആൻഡ് കൺസിഡറേഷൻ. ഇത് രണ്ടും ലീഗലായിരിക്കണം എന്നുള്ളതാണ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അത് ഇല്ലീഗലായി മാറുന്നത്, എന്താണ് ഇല്ലീഗൽ ഒബ്ജക്റ്റീവിൻ്റെയും ഇല്ലീഗൽ കൺസിഡറേഷൻ്റെയും ലീഗൽ കോൺസിക്വൻസ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ബ്രീഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഇഫ് an agreement is to be enforced in a court of law, both consideration and object of the agreement must be lawful. നമുക്ക് ഒരു കോൺട്രാക്റ്റ് നിയമപരമായി അത് നടപ്പിലാക്കണമെങ്കിൽ, അതുപോലെ കോടതിയുടെ മുൻപിൽ അത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ കൺസിഡറേഷനും ഒബ്ജക്റ്റീവും എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന റിവാർഡ്, ആ റിവാർഡ് അത് മേ ബി ഇൻ ക്യാഷ് ഓർ കൈൻഡ് ആവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം. ആ റിവാർഡും അതുപോലെ തന്നെ ആ കോൺട്രാക്റ്റിൻ്റെ പർപ്പസും, ഇത് രണ്ടും നിയമപരമായിട്ടുള്ളതായിരിക്കണം, ലോഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. When one of the consideration or object is unlawful, the contract is void. നമ്മൾ കൊടുക്കുന്ന റിവാർഡോ അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റീവിൽ ഏതെങ്കിലും ഒന്നുമോ അത് അൺലോഫുൾ ആണ് എങ്കിൽ തീർച്ചയായും ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ വോയിഡ് ആണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. In order to constitute a valid contract, both consideration as well as object must be lawful, otherwise would be void. നമ്മളുടെ കൺസിഡറേഷനും ഒബ്ജക്റ്റീവും രണ്ടും ഒരുപോലെ വാലിഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ലോഫുൾ ആണ് എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ കോൺട്രാക്റ്റ് വോയിഡ് ആണ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇനി വിശദമായിട്ട് എന്താണ് ഇത് അൺലോഫുൾ ആകുന്ന സിറ്റുവേഷൻ നോക്കാം. According to section 23, the consideration or object of an agreement is lawful unless it is forbidden by law or is of such a nature that if permitted it would defeat the provisions of any law, or is fraudulent, or involves or implies injury to the person or property of another, or the court regards it as immoral or opposed to public policy. In each of these cases, the consideration or object of an agreement is unlawful, is void. വളരെ വിശദമായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അൺലോഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് വളരെ വിശദമായിട്ട് ഈ ഡെഫിനേഷനിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് നമ്മളുടെ കൺസിഡറേഷനും ഒബ്ജക്റ്റും കിടക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസിനെയും നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. ഒന്ന്, when consideration or object is unlawful. First case is if it is forbidden by law. Law forbids an act for various reasons. If the consideration or the object of an agreement is doing of such an act which is forbidden by law, the agreement is void. Forbidden എന്ന വേർഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു കാര്യവും നമ്മളുടെ കൺസിഡറേഷൻ്റെയോ ഒബ്ജക്റ്റിൻ്റെയോ ഭാഗമായി തീർന്നാൽ അത് നമുക്ക് ഈ പറയുന്ന അൺലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന കാര്യത്തിൽ നമുക്ക് പെടുത്താം. Look at an example. Mr. Anwar agrees to pay rupees 10,000 to Adi if he stole John's motorbike. ഇവിടെ 10,000 റുപ്പീസ് കൊടുക്കാമെന്ന് പറയുന്നു. ദാറ്റ് മേ ബി ലീഗൽ. പക്ഷെ അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കുക. ഇതാണ് ഒരു വ്യക്തിയുടെ
ബൈക്ക് മോഷണം ചെയ്തതിന് ശേഷം ആണ് ഈ 10,000 രൂപ കൊടുക്കാന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒബ്ജക്റ്റീവ് ഒരിക്കലും ലോഫുൾ ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് ആണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റീവ് നമുക്ക് ലോഫുൾ ആണ് എന്ന് പറയാൻ കഴിയില്ല. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇല്ലീഗൽ ഓർ വോയിഡ് എന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ സിറ്റുവേഷൻ, if it is of such a nature that if permitted it would defeat the provisions of law. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നമ്മുടെ സംസ്ഥാന നിയമസഭകളിലോ പാർലമെന്റിന്റെ ഇരുസഭകളിലോ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഓർഡിനൻസ് വഴിയായി രാജ്യത്ത് നിലവിലുള്ളതോ ആയ ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിന് എതിരാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എങ്കിൽ അവിടെ കൺസിഡറേഷനും ഒബ്ജക്റ്റും വാലിഡ് ആണെന്ന് പറയാൻ കഴിയില്ല. ആ കോൺട്രാക്ട് പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിനെതിരാകുന്നുവെങ്കിൽ അവിടെ നമുക്ക് ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ഒബ്ജക്റ്റീവ് ഇല്ല. നോക്കുക, ഇറ്റ് റെഫേഴ്സ് ടു കേസസ് വേർ there being no express statutory prohibition against a particular type of contract, the nature of the contract is such that it would be against the spirit of a particular law, whether enacted or otherwise. നമുക്ക് നിലവിൽ വളരെ വ്യക്തമായ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പ്രൊഹിബിഷൻ അല്ലെങ്കിൽ ഫോർബിഡൻസ് ഇല്ല, അല്ലെങ്കിൽ വ്യക്തമായി ഇന്നൊരു കാര്യം തെറ്റാണ് എന്ന് നിയമത്തിൽ എക്സ്പ്രസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കോൺട്രാക്റ്റിന്റെ നേച്ചർ എടുത്ത് പരിശോധിച്ചാൽ അത് നിലവിലുള്ള നിയമങ്ങൾക്ക് എതിരാണെങ്കിൽ തന്നെ നമുക്കവിടെ അത് ഒരു തെറ്റായ നിയമമാണെന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. കോൺട്രാക്ട് വിത്ത് എ റൈറ്റർ not to write anymore is void as it defeats the provisions of law, that is freedom of expression. ഒരു എഴുത്തുകാരനോട് മറ്റൊരു വ്യക്തി ഒരു കോൺട്രാക്ട് വെക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇനി എഴുതരുത് എന്നൊരു കോൺട്രാക്ട് വെക്കുകയാണ്. അങ്ങനെ ഒരു കോൺട്രാക്ട് വെക്കാൻ പാടില്ലെന്ന് നിയമപരമായ ഒരു എതിർപ്പ് നമുക്കില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ആ വ്യക്തിയുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെയാണ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്ന കാര്യമാണ്. അത് നിലവിലുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുമായി അത്തരത്തിലൊരു കോൺട്രാക്ട് നമുക്ക് വെക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇത് വോയിഡ് ആണെന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലന്റ്. ഫ്രോഡ് എന്ന വാക്ക് നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്താണ് ഫ്രീ കൺസെന്റ് എന്നുള്ള ടെർമിനോളജിയിൽ. അപ്പോൾ ഫ്രോഡായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ലോഫുൾ ആണെന്ന് പറയാൻ കഴിയില്ല. It refers to a contract which are entered into between parties with an object which is fraudulent or with a purpose which will in effect promote fraud. അപ്പോൾ ഡയറക്ട്ലി ഫ്രോഡ് ആകാം, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് ആക്ട് ചെയ്താലും അത് ഫ്രോഡലന്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ടു ഷെയർ ഈക്വലി ദ ഗെയിൻസ് ഫ്രം ഡിസീവിങ് എ ബാങ്ക്. ഒരു ബാങ്കിനെ ചതിച്ച് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും മോഷ്ടിച്ചെടുത്ത പണം അത് ഈക്വലി ഷെയർ ചെയ്യാം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഫ്രോഡലന്റ് ആക്ടിവിറ്റിയാണ്. ഫ്രോഡലന്റ് ആക്ടിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ദാറ്റ് ഈസ് വോയിഡ് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. 4, ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. ഒരു വ്യക്തിക്കോ ആ വ്യക്തിയുടെ പ്രോപ്പർട്ടിക്കോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിന് നമുക്ക് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്ന് പറയാൻ കഴിയില്ല. ദ ഒബ്ജക്റ്റ് ഓഫ് an agreement is to cause injury to the person or property of another, it is unlawful. Injury means criminal or wrongful harm. An agreement to commit an assault is void. നമുക്കറിയാം, ഒരു വ്യക്തിയെ നമ്മൾ അസോൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തട്ടിക്കൊണ്ടുപോവുക, ആ വ്യക്തിയെ ഉപദ്രവിക്കുക, ആ നിലയിലുള്ള കോൺട്രാക്റ്റുകൾ ഒരു തരത്തിലും നമുക്ക് വാലിഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഡിഫോമേറ്ററി ന്യൂസ്, ഒരു പത്രസ്ഥാപനവുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. നമുക്ക് ശത്രുതയുള്ള ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള തെറ്റായ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചെടുത്ത് ക്രിയേറ്റിംഗ് ഡിഫമേറ്ററി ന്യൂസ്, അങ്ങനെ നമ്മൾ ആ വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുവാനായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ദാറ്റ് ഈസ് ഡിഫമേറ്ററി ന്യൂസ്. ഡിഫമേറ്ററി ന്യൂസ് ഉണ്ടാക്കി ആ വ്യക്തിയെ പരമാവധി സമൂഹത്തിന് മുമ്പിൽ നശിപ്പിക്കുക,
എന്നുള്ള അർത്ഥത്തോടു കൂടിയാണ് നമ്മൾ അത്തരം ഒരു കാര്യം ചെയ്യുന്നത്. സോ ദാറ്റ് ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദ പേഴ്സൺ. അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടാവുമ്പോൾ അതൊരു വാലിഡ് കോൺട്രാക്ട് ആണെന്ന് പറയാൻ കഴിയില്ല. ദ കോഡ് റിഗാർഡ്സ് ഇറ്റ് ആസ് ഇമ്മോറൽ. ഇമ്മോറൽ ആയിട്ട് കോടതി പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. An agreement which are contrary to good morals are illegal and void. The consideration for the agreement is an act of sexual immorality. The agreement is illegal. നമ്മൾ കോടതി സദാചാര വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മോറൽസിന് അല്ലെങ്കിൽ സദാചാരത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നാം ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കോൺട്രാക്ട് ഓഫ് ഇമ്മോറാലിറ്റി എന്ന് പറയാൻ കഴിയും. കോടതി അത് വളരെ ശക്തമായിട്ട് കൃത്യമായിട്ടും എതിർത്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നാം കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒബ്ജക്റ്റിനെയും കൺസിഡറേഷനെയും ബാധിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, എ റെന്റഡ് ഹൗസ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിനകത്ത് നിയമപരമായിട്ടുള്ള തെറ്റില്ല. ബട്ട് ദ പർപ്പസ് ഈസ് ഫോർ ഗിവിങ് ഇറ്റ് ഫോർ എ പ്രോസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അതൊരു ലിക്കർ മേക്കിംഗ്, അല്ലെങ്കിൽ ഒരു ഡ്രഗ് സ്റ്റോറേജ്, ഇങ്ങനെയുള്ള പർപ്പസുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ഇമ്മോറാലിറ്റി. അപ്പം അത്തരം ഒരു ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് മൊറാലിറ്റി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അവസാനത്തെ ഒരു സിറ്റുവേഷൻ വേർ ദ കോർട്ട് റിഗാർഡ്സ് ഇറ്റ് ആസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയും നമുക്ക് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. The agreement that are injuries to public or which is against the public interest, public good or public welfare are void. നമ്മളുടെ സമൂഹത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പൊതു നയത്തിനും പൊതു നന്മയ്ക്കും എതിരായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളെയും ഇത്തരത്തിൽ ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആയിട്ട് കൺസിഡർ ചെയ്യണം. Any agreement tends to promote corruption or injustice or is against public interest are opposed to public policy. നമ്മുടെ സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിന് എതിരായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളും നമുക്ക് കോൺട്രാക്ട് opposed to the public policy എന്ന് പറയാൻ കഴിയും. നമ്മുടെ രാജ്യ നന്മയ്ക്ക്, സമൂഹത്തിന്റെ നന്മയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളെയും വളരെ വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരണം ഇതൊരു വളരെ വൈഡർ ആൻഡ് ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കോൺട്രാക്റ്റുകളെയും നമുക്ക് തീർച്ചയായും അഗ്രിമെന്റ് എഗെയിൻസ്റ്റ് കോൺട്രാക്ട് എഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി എന്നുള്ളത് പറയാൻ കഴിയും. ഈ പറയുന്ന ആറാമത്തെ കണ്ടീഷൻ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണത് അഗ്രിമെന്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആവുന്നതെന്നും അതിനുള്ള ചില എക്സെപ്ഷണൽ സിറ്റുവേഷൻസും ഉണ്ട്. നാളെ വരുന്ന ക്ലാസ്സിൽ നമ്മൾ അത്തരം ആ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് an agreement against public policy and what are the exceptions of agreements opposed to public policy. ഈ കാര്യത്തെക്കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Keep watching.